ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. ഡോക്ടർ CJ റോയ് എന്ന വ്യവസായ പ്രമുഖൻ്റെ ആകസ്മികമായ വേർപാട്, തൻ്റെ ആത്മഹത്യ നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ഹ്രസ്വമായൊരു കാലയളവിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ലോകവ്യാപകമായി വിപുലമായൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ പ്രതിഭാധനനായ വിജയ് റോയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ആത്മഹത്യയും നടന്നു. നമുക്കറിയാം, ബിസിനസ് പ്രമുഖനായിരുന്ന ആ വ്യക്തി തൻ്റെ ബഹുമന്ദല മന്ദിരത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. മലയാളിയായ ആ ബിസിനസ്സുകാരൻ്റെ ആത്മഹത്യയും തികച്ചും ഞെട്ടലുളവാക്കിയ സംഭവമാണ്. ഈ രണ്ട് ആത്മഹത്യകളും വിരൽ ചൂണ്ടുന്ന സമാനമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. മാറിയ ലോകത്തിൽ മാറി ചിന്തിക്കുന്നവരും മാറ്റത്തിന് വിധേയരായി ജീവിക്കാൻ തയ്യാറാകുന്നവരുമാണ് വിജയിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും അപ്രകാരം മാറ്റത്തിന് വിധേയരാകാൻ നിർബന്ധിക്കപ്പെടുന്നത് ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ധനം സമ്പാദിക്കുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതുമാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ എന്ന ധാരണ പൊതുവെ സമൂഹത്തെ ആകെ സ്വാധീനിച്ചു. ജീവിതം കൂടുതൽ മത്സരാധിഷ്ഠിതമാകുവാൻ ഇത് കാരണമാക്കി. 3-4 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് ഇറക്കി ജീവിത പോരാട്ടത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ മത്സരാധിഷ്ഠിതമായൊരു ജീവിതത്തിൻ്റെ പടവുകളിലേക്ക് നിർബന്ധമായി നാം തള്ളിവിടുകയാണ്. എപ്രകാരം വേഗത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന ചിന്തയാണ് കുട്ടികളിൽ പോലും ഇത് സൃഷ്ടിച്ചെടുക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ സമ്മർദ്ദമുണ്ടാക്കുവാൻ തുടങ്ങിയതോടെ യുവതലമുറ വഴിപിഴച്ച ജീവിതശൈലികളിലേക്ക് വഴുതി വീഴുവാൻ തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വഴിവിട്ട ലൈംഗിക ബന്ധങ്ങൾക്ക് അടിമകളാകുന്നു. ജീവിത സമ്മർദ്ദങ്ങൾ അവരെ രാസലഹരിയുടെ മായാലോകത്തിലേക്ക് തള്ളിവിടുന്നു. കൂടാതെ വിദ്യാഭ്യാസം കേവലം തൊഴിൽ സമ്പാദന മാർഗം മാത്രം ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു സംസ്കാരവും മനുഷ്യരിൽ രൂഢമൂലമാകുകയാണ്. ഒരു കാലത്ത് മാനുഷിക മൂല്യങ്ങൾക്കോ ഉദാത്തമായ സാംസ്കാരിക ചിന്തകൾക്കോ സ്ഥാനം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം മേഖല ഇന്ന് തൊഴിൽ സമ്പാദനത്തിനുള്ള ഉപാധിയായി മാറ്റപ്പെടുകയാണ്. മനുഷ്യരെ കൂടുതൽ മനുഷ്യത്വമുള്ളവരായി മാറ്റേണ്ട മതങ്ങളാകട്ടെ ഉപരിപ്ലവമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രകടനങ്ങളും പ്രഹസനങ്ങളും കൊണ്ട് മതബോധം ഒരു അനാവശ്യ വസ്തുവാക്കി മാറ്റുകയാണ്. മതം രാഷ്ട്രീയവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നാം എത്തിപ്പെട്ടു. ലോകം മതമെന്ന ഈ സത്യത്തെ ഏറ്റവും മലീമസമായ ദുഷിപ്പിക്കപ്പെട്ട ഒരു വസ്തുവായി വിലയിരുത്തപ്പെടത്തക്ക നിലകളിൽ അധപ്പതിക്കുകയാണ്. മതാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠ പുലർത്തുന്ന പുരോഹിതർ പോലും ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ സമീപകാലത്തുണ്ടായി. മനുഷ്യന് ഒരാത്മാവുണ്ടെന്നും അതാണ് മനുഷ്യൻ്റെ മഹത്വമെന്നും പഠിപ്പിക്കുന്ന മതത്തിൻ്റെ അകത്തളങ്ങളിൽ പോലും ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കാരണം ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരല്ല, അഥവാ മതങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല. എങ്ങനെയും പണമുണ്ടാക്കുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്ന ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന മതനേതാക്കൾ ആളുകൾ ആർത്തിയോടെ സമ്പാദിച്ചു കൂട്ടുന്ന പണം വാങ്ങി പള്ളികളും അമ്പലങ്ങളും മോസ്കും മറ്റും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം പണിതുയർത്തുന്നു. മെച്ചപ്പെട്ട ജീവിത നിലവാരമെന്നാൽ ഭൗതികമായി ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നതാണെന്ന ബോധമാണ് മതങ്ങളും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധനസമ്പാദനത്തിനുള്ള വ്യഗ്രതയിൽ
ആത്മീക മൂല്യങ്ങൾ മാത്രമല്ല മാനുഷിക ബന്ധങ്ങൾ പോലും നഷ്ടമാവുകയാണ്. ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ തങ്ങളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ പോലും നേരമില്ലാത്ത വിധം അവഗണിക്കുന്നു. വീടും പുരയിടവും വിറ്റ് തങ്ങളെ നോക്കുവാൻ കഴിയുന്ന വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളോട് ചേക്കേറാൻ നിർബന്ധിക്കുന്ന മക്കൾ അവരുടെ സ്വാർത്ഥതയെക്കുറിച്ച് മാത്രമേ ജീവിതത്തിൽ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. എന്താണ് ഒരു മനുഷ്യജീവിതത്തെ സാർത്ഥകമാക്കുന്നത്? ഏത് പ്രായത്തിലും ജീവിതം അവസാനിക്കുമ്പോൾ ഒരാൾ വിജയകരമായ ജീവിതം പൂർത്തീകരിച്ചു എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കും അയാളുടെ ജീവിതശൈലി? ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്താണ്? എന്തുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും കൈവരിക്കാൻ കഴിഞ്ഞ പ്രതിഭാശാലികൾ പൊടുന്നനെ ഒരു ദിവസം ആത്മഹത്യയ്ക്ക് തയ്യാറാകുന്നു? ചിന്തിക്കാം. ഒരു വ്യക്തി തീർത്തും പരാജിതനായി എന്നും ഇനി തൻ്റെ മുമ്പിൽ വഴികളില്ല എന്നും തോന്നുമ്പോഴാണ് ആത്മഹത്യ എന്ന ഒളിച്ചോട്ടം സ്വീകരിക്കുന്നത്. ഇത് നാളുകളായി ആ വ്യക്തി ജീവിതത്തിൽ കടന്നു പോന്ന തെറ്റായ വഴിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് സംഭവിച്ചതാണ്. തിരുത്താനാകാത്ത വിധം താൻ വഴിതെറ്റിപ്പോയി എന്ന് ഒരാൾ തിരിച്ചറിയുന്നതിന് മുൻപ് എത്രയോ തവണ തിരുത്താൻ ജീവിതത്തിൽ അയാൾക്ക് അവസരം ഉണ്ടായിരുന്നു. താൻ പോരുന്ന വഴിയിൽ താൻ നേടുന്ന നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ള വിജയം ആണോ എന്ന് പരിശോധിക്കുവാൻ അയാൾക്ക് അവസരമുണ്ടായിരുന്നു. മനുഷ്യർ പൊതുവെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിൽ യാതൊരു പുനരാലോചനയ്ക്കും തയ്യാറാകാതെ മുൻപോട്ട് പോവുകയാണ് പതിവ്. ജീവിതത്തിലെ ചെറിയ വിജയപരാജയങ്ങളെ ശരിയായി വിലയിരുത്തുവാൻ ആളുകൾ സമയം കണ്ടെത്താറില്ല. നേട്ടങ്ങളിൽ അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ അനേകരുണ്ടാകും. എന്നാൽ പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ അടുത്ത ബന്ധുക്കളോ സ്നേഹിതരോ പോലും തയ്യാറാകുന്നില്ല. ജീവിതത്തിലെ കൊച്ചു കൊച്ചു പരാജയങ്ങളായി കണ്ട് തിരിച്ചറിഞ്ഞ് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തി മുൻപോട്ട് പോകുന്ന ജീവിതശൈലി അവലംബിക്കുവാനുള്ള പരിശീലനം വ്യക്തിക്ക് ഒരിടത്തു നിന്ന് ലഭിക്കുന്നില്ല. പൊതുവെ ഉപദേശം ആർക്കും ഇഷ്ടമല്ലാത്തതിനാൽ ആരും അതിന് തയ്യാറാകാറുമില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് വിജയങ്ങളിലേക്ക് അനായാസം നടന്നു കയറുവാൻ സാധിക്കും. തുറന്ന മനസ്സോടെ കാര്യങ്ങളെ വിലയിരുത്തുന്നവർക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. സ്വയം തിരുത്തലുകൾക്ക് വിധേയരാകുവാൻ മനസ്സുള്ളവർക്ക് തിരുത്താനാകാത്ത വിധം തെറ്റുകളുടെ വഴിയിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല. അത്തരക്കാർക്ക് വേഗത്തിൽ അപകട വഴികളെക്കുറിച്ച് മനസ്സിലാക്കി മടങ്ങി വരാൻ കഴിയും. അതിന് കഴിയുന്നവരാണ് ഒടുവിൽ വഴികൾ നഷ്ടപ്പെട്ടു എന്ന നിഗമനത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കാൻ കഴിയാതെ വരുന്നത്. ഇനി എൻ്റെ മുമ്പിൽ വഴിയില്ല എന്ന് നിർണയിക്കുന്നയാൾ സ്വന്തം ബുദ്ധിയിലും കഴിവിലും മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണ്. അത്തരക്കാർ തങ്ങളുടെ ജീവിത വഴിയിൽ മിക്കവാറും ഒറ്റയാന്മാരായിരിക്കും. അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ലാത്ത വിധം സ്വന്തം വഴിയിൽ തിരക്കിട്ട് സഞ്ചരിക്കുന്നവരുമായിരിക്കും. അവരുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെ ഉള്ളതാണ് എന്നവർ കരുതുന്നു. അവിടെയാണ് ജീവിതത്തിന് വഴികാട്ടി അഥവാ മാർഗരേഖ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം. ദൈവവചനമായ ബൈബിൾ ജീവിതത്തിൽ ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ധനം അഥവാ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യനത് ആവശ്യമെന്ന് ദൈവം അറിയുകയും അത് നൽകുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യത്യസ്തമായ മുഖാന്തരങ്ങളിലൂടെയാണ് ദൈവം മനുഷ്യന് ധനം നൽകുന്നത്. എന്നാൽ ദൈവാശ്രയം കൂടാതെയുള്ള ധനസമ്പാദനം മാർഗങ്ങളെ ദ്രവ്യാഗ്രഹം എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലുള്ള ധനത്തിന് ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി മുഖാന്തരങ്ങളും വഴികളും ഒരുക്കുന്നു. കൃഷി, വ്യവസായം, തൊഴിൽ തുടങ്ങി അനവധി മാർഗങ്ങളിലൂടെ ജീവിത സന്ധാരണത്തിന് ദൈവം മനുഷ്യന് വഴികൾ ഒരുക്കും. മനുഷ്യൻ
നെറ്റിയിലെ വിയർപ്പോടെ അധ്വാനിച്ച് ജീവിക്കുവാൻ ദൈവം കൽപ്പിച്ചു. എന്നാൽ ആവശ്യത്തിൽ കവിഞ്ഞു സമ്പാദിക്കുവാനുള്ള ത്വര മനുഷ്യരോടും ദൈവത്തോടുമുള്ള പാപമായി മനുഷ്യനിൽ കുടിയേറുകയാണ്. ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാര ലോകത്തിൽ നിയന്ത്രണമില്ലാത്ത പണസമ്പാദനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം ഭദ്രമാക്കുകയല്ല, മറിച്ച് ജീവിതം പരാജയത്തിലൂടെ മുൻപോട്ട് പോകുകയാണെന്ന തിരിച്ചറിവ് ഇനിയും നമുക്ക് ഉണ്ടാകട്ടെ. അത്തരം മടങ്ങി വരാൻ കഴിയാത്ത പരാജയങ്ങളിലും ആത്മഹത്യകളിലും ചെന്നെത്തിപ്പെടാതെ ജീവിതത്തെ കരുതലോടും ശ്രദ്ധയോടും വിവേകത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.